അന്തരിച്ച ഗായകൻ പി ജയചന്ദ്രന്റെ സംസ്കാരം നാളെ നടക്കും. പറവൂർ ചേന്നമംഗലം പാലേത്ത് തറവാട്ടിലാണ് സംസ്കാര ചടങ്ങുകൾ. തൃശൂർ അമല ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹം ഉടൻ പൂങ്കുന്നത്തെ വസതിയിലെത്തിച്ച് പൊതുദർശനത്തിന് വയ്ക്കും. ഇപ്പോൾ വിവരങ്ങളുമായി സച്ചിൻ ചേരുകയാണ്. സച്ചിൻ, പ്രിയ ഗായകന്റെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ പൂങ്കുന്നത്തെ വസതിയിലെത്തിച്ച് പൊതുദർശനത്തിന് വയ്ക്കുമെന്നുള്ള വിവരങ്ങളാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്. ഇപ്പോൾ തൃശൂർ അമല ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹം ഉടൻ തന്നെ പുറത്തിറക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഇന്നത്തെ, എവിടെയൊക്കെയാണ് പൊതുദർശനം, നാളെ സംസ്കാരം, എല്ലാ കാര്യങ്ങളിലും വ്യക്തത വന്നിട്ടുണ്ടല്ലോ. സിജു, മൃതദേഹം ഇപ്പോൾ അമല ആശുപത്രിയിലെ മോർച്ചറിയിൽ നിന്നും പുറത്തേക്ക് ഇറക്കിയിരിക്കുകയാണ്. മുൻ മന്ത്രി വി എസ് സുനിൽകുമാർ, അതേപോലെ തന്നെ നടൻ ജയരാജ് വാര്യർ അടക്കമുള്ളവരും ബന്ധുക്കളും മൃതദേഹം ഏറ്റുവാങ്ങി. രാവിലെ 8:30 ബന്ധുക്കൾ ആശുപത്രിയിൽ എത്തിയിരുന്നു. ആശുപത്രിയിലെത്തി വസ്ത്രങ്ങളടക്കം മൃതദേഹത്തിൽ ധരിപ്പിക്കാനുള്ള വസ്ത്രങ്ങളടക്കം ബന്ധുക്കൾ കൈമാറി. അതിനുശേഷം ഇപ്പോൾ ഡോക്ടർമാരുടെയും അതുപോലെ തന്നെ മുൻ മന്ത്രി വി എസ് സുനിൽകുമാർ, നടൻ ജയരാജ് വാര്യർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ ഇപ്പോൾ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റുകയാണ്. അല്പസമയത്തിനകം തന്നെ പൂങ്കുന്നത്തെ വസതിയിലേക്ക് മൃതദേഹം എത്തിക്കും. അവിടെ 2 മണിക്കൂറോളം പൊതുദർശനത്തിന് വെക്കും. അവിടെ ഭാര്യയും അതേപോലെ തന്നെ മക്കളും അടക്കമുള്ള ബന്ധുക്കളൊക്കെ പി ജയചന്ദ്രനെ അവസാനമായി കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നേരെ പൂങ്കുന്നത്തെ വസതിയിലേക്കാണ് ഇപ്പോൾ അമല ആശുപത്രിയിൽ നിന്നും മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് എത്തുക. അതിനുശേഷം സംഗീത നാടക അക്കാദമിയുടെ റീജിയണൽ തിയേറ്ററിൽ പൊതുദർശനത്തിന് വെക്കും. വലിയൊരു ജനപ്രവാഹം തന്നെ അമല ആശുപത്രിയിലും ഇപ്പോൾ പി ജയചന്ദ്രൻ, കേരളത്തിൻ്റെ സംഗീത വിസ്മയം തീർത്ത ഗായകൻ പി ജയചന്ദ്രനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി നിരവധി പേരാണ് ഈ അമല ആശുപത്രിയുടെ മോർച്ചറി, അമല ആശുപത്രി പരിസരത്തും എത്തിയിട്ടുള്ളത്. രാവിലെ 8:30 ബന്ധുക്കളെത്തി മൃതദേഹത്തിന് ധരിക്കാനുള്ള വസ്ത്രങ്ങളൊക്കെ കൈമാറിയത്. ഇപ്പോൾ മൃതദേഹം ആംബുലൻസിൽ കയറ്റിയിരിക്കുകയാണ്. കലാ സാംസ്കാരിക രംഗത്തെ, രാഷ്ട്രീയ പൊതുപ്രവർത്തന രംഗത്തെ പ്രമുഖരും അതേപോലെ തന്നെ ബന്ധുക്കൾ അടക്കമുള്ള ആളുകൾ ആശുപത്രിയിലുണ്ട്. ആശുപത്രിയിൽ നിരവധി പേർ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടി ഇപ്പോൾ ആശുപത്രിയിലും എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ പൂങ്കുന്നത്തെ വസതിയിലേക്ക് മൃതദേഹം എത്തിക്കും. ഇന്ന് രാവിലെ 10 മണി മുതൽ സംഗീത നാടക അക്കാദമിയിൽ പൊതുദർശനത്തിന് വെക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ മൃതദേഹം രാവിലെ 8 മണിയോടുകൂടി ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് മുൻപ് തീരുമാനിച്ചെങ്കിലും 1 മണിക്കൂറോളം ഇപ്പോൾ വൈകിയിരിക്കുകയാണ്. ഇതിന് സമാനമായ രീതിയിൽ തന്നെ പൊതുദർശനവും വൈകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നിരവധി പേരാണ് കേരളത്തിൻ്റെ ഭാവഗായകൻ, അതായത് സംഗീതത്തെ സ്നേഹിക്കുന്ന, സംഗീത ലോകത്ത് നിന്നും വിട പറഞ്ഞ പി ജയചന്ദ്രനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടി വീട്ടിലും അതേപോലെ തന്നെ പൊതുദർശനം നടക്കുന്ന കേരള സംഗീത നാടക അക്കാദമി ഹാളിലും എത്തുക. വലിയൊരു യാത്രയയപ്പിനാണ് ഇപ്പോൾ കേരള സമൂഹം ഗായകൻ പി ജയചന്ദ്രൻ. സച്ചിൻ തുടരുക. ഇപ്പോൾ അല്പം മുമ്പാണ് അമല ആശുപത്രിയിൽ നിന്ന് പ്രിയ ഗായകന്റെ മൃതദേഹം ആംബുലൻസിലേക്ക് മാറ്റിയത്. അല്പസമയത്തിനകം തന്നെ പൂങ്കുന്നത്തെ വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കും. 2 മണിക്കൂറോളം പൂങ്കുന്നത്തെ വസതിയിൽ പൊതുദർശനം. അതിനുശേഷം സംഗീത നാടക അക്കാദമിയുടെ റീജിയണൽ തിയേറ്ററിൽ പൊതുദർശനം. നാളെ ആണ് സംസ്കാരം നടക്കുക എന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ വി എസ് സുനിൽകുമാർ, ഒപ്പം തന്നെ മന്ത്രി എ കെ ശശീന്ദ്രൻ അടക്കമുള്ളവർ അദ്ദേഹത്തെ അമല ആശുപത്രിയിലെത്തി സന്ദർശിക്കുകയും ചെയ്തിരുന്നു. ഭാവഗായകന് വലിയ തരത്തിലുള്ള വിടവാങ്ങലാണ് കേരളം നൽകിക്കൊണ്ടിരിക്കുന്നത്. പാട്ട് ബാക്കിയാക്കി പാട്ടുകാരൻ യാത്രയാവുകയാണ്. പൂത്തുതളിർത്ത കർണികാരങ്ങൾ, താലമെടുത്ത കൽപ്പനകൾ, ചന്ദനമണമൂറുന്ന രാഗവല്ലരികൾ, അതെല്ലാം അങ്ങനെ തന്നെ അവശേഷിപ്പിച്ച് പ്രിയ ഗായകൻ, ഭാവഗായകൻ പി ജയചന്ദ്രൻ വിടവാങ്ങുകയാണ്. അമല ആശുപത്രിയിൽ നിന്ന് ഇന്നലെ 7 മണിയോടുകൂടി ആശുപത്രിയിൽ 7:30 അന്ത്യം സംഭവിച്ച പി ജയചന്ദ്രൻ, അദ്ദേഹം അമല ആശുപത്രിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ ആംബുലൻസിൽ കയറ്റി അല്പസമയത്തിനകം തന്നെ പൂങ്കുന്നത്തെ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും.